നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം അതായിരുന്നില്ലേ കോൺഗ്രസ് രാജിവെപ്പിക്കേണ്ടിയിരുന്നത്? ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ തീ കൊളുത്തുന്നത്. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവാവിനോട് പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടതായി ആരോപിച്ച് അതിജീവിതയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസമാണ് പരസ്യമായി രംഗത്തേക്കെത്തിയത്. ഈ കേസിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ യുവാവ് തയ്യാറായിരുന്നുവെങ്കിലും BJP നേതൃത്വത്തിൽ നിന്ന് തന്നെ പരാതിയിൽ നിന്ന് പിന്തിരിവാൻ സമ്മർദ്ദമുണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുയർന്നത്. എന്നാൽ പിന്നീട് DGP മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും സമീപിക്കാൻ യുവാവ് ശ്രമിച്ചതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരിയുകയായിരുന്നു. ഇതിന് പിന്നാലെ പരാതി നൽകിയ യുവാവിനെ യുവമോർച്ചയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കി BJP നടപടിയെടുത്തത് കൂടുതൽ സംശയങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ഈ നടപടി പാർട്ടിക്കകത്ത് തന്നെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ കാരണമാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തതെന്നാണ് BJP ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഇതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP പ്രത്യേക ശ്രദ്ധ പുലർത്തുകയാണെന്ന വാദം ശക്തമാകുന്നത്. രാഹുൽ എവിടെ നിന്നാലും ജയിക്കുമെന്ന വിലയിരുത്തലാണ് ഇതിന് പിന്നിൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള നേതാവായ രാഹുൽ പാർട്ടി പുറത്താക്കിയ ശേഷവും പാലക്കാട് MLA എന്ന നിലയിൽ ശക്തമായ ജനപിന്തുണ നിലനിർത്തുന്ന വ്യക്തിയാണ്. ജനമനസ്സുകളിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലൊന്നും ഉണ്ടായിട്ടില്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പരാതിയും പാർട്ടിക്കുള്ളിലെ നടപടികളും അതിനു പിന്നിലെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും ഒക്കെ ചേർന്ന ഈ വിഷയം ഇപ്പോൾ മറ്റൊരു ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്: കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മറ്റ് അത്ഭുതങ്ങളൊന്നും ഇനി സംഭവിച്ചില്ലെങ്കിൽ രാഹുൽ BJPയിൽ ചേരും. ആറന്മുള മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുമെന്നാണ് ചില നിരീക്ഷകർ പറയുന്നതെന്നാണ്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ലെന്ന നേതൃത്വത്തിന്റെ നിലപാടും പുറത്തു വന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം നടക്കുന്നതെന്നാണ് സൂചനകൾ. പാലക്കാട് സീറ്റ് BJPയോട് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവിടെ പ്രശാന്ത് ശിവൻ പരിഗണനയിലുള്ളതിനാൽ ആറന്മുള മണ്ഡലത്തിലേക്ക് ശ്രദ്ധ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. പക്ഷേ രാഹുൽ നിരപരാധിത്വം തെളിയിച്ച് കോൺഗ്രസിൽ തിരികെ എത്തണമെന്നാണ് അണികളുടെ ആവശ്യം. UDFനോടൊപ്പം ചേർന്ന് ടീം UDF ആയി പ്രവർത്തിക്കുന്ന രാഹുലിനെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഇത്തരം പ്രചാരണങ്ങളോട് പലരുടെയും അഭിപ്രായം. ഇതിനിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ വിശദീകരണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് U-ടേൺ അടിച്ചെന്ന് പറയുന്നത് ശരിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പാലക്കാട് മത്സരിക്കാൻ പറ്റില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. രാഹുൽ കുറ്റവിമുക്തനായി. അച്ചടക്ക നടപടി പാർട്ടി പിൻവലിച്ചാൽ മത്സരിക്കുന്നതിനെ എതിർക്കില്ലെന്നാണ് രണ്ടാമത് പറഞ്ഞത്. ഇതിൽ എന്താണ് വൈരുദ്ധ്യമെന്നാണ് PJ കുര്യൻ ചോദിക്കുന്നത്. മന്നം ജയന്തി ആഘോഷത്തിനിടെ രാഹുൽ തന്നോട് സൗഹാർദ്ദ സംഭാഷണമാണ് നടത്തിയതെന്നും രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ലെന്നുമാണ് PJ കുര്യൻ കൂട്ടിച്ചേർത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നൽകിയ ആവേശത്തിൽ തിരക്കിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് UDF നേതൃത്വം കടക്കുന്നതിനിടെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ കടുത്ത നിലപാടുമായി PJ കുര്യൻ രംഗത്തെത്തിയത്. സമീപകാലത്ത് പാർട്ടിക്ക് ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കിയ രാഹുലിനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു കുര്യന്റെ പക്ഷം. വിമർശനത്തിന് പിന്നാലെ പെരുന്നയിലെ NSS ചടങ്ങിൽ വെച്ച് രാഹുൽ കുര്യനെ നേരിൽ കണ്ട് എതിർപ്പ് നേരിട്ട് അറിയിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു. PJ കുര്യനും രാഹുലും തമ്മിൽ രഹസ്യം പറയുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകരുതെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നാണ് കുര്യൻ മലക്കം പറഞ്ഞത്. നിലവിൽ ഹൈക്കോടതിയുടെ ഇടക്കാല സംരക്ഷണം ഉള്ളതിനാൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെങ്കിലും അതിജീവിതയെ കൂടി കേസിൽ കക്ഷി ചേർത്തത് വരും ദിവസങ്ങളിൽ നിർണായകമായി മാറും.